എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബന്ധനമല്ല ദാമ്പത്യം. നിങ്ങൾ ടോക്സിക് പാർട്ട്ണർ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പങ്കാളികൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതാകണം ദാമ്പത്യം. എന്നാൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാകും ചിലരുടെ ദാമ്പത്യം കടന്നു പോകുന്നുണ്ടാകുക. എന്നും പ്രശ്നങ്ങൾ, വഴക്ക്, ശാരീരിക അതിക്രമങ്ങൾ അങ്ങനെ നീളും. അവ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും സമാധാനത്തിനും നല്ലതാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ ടോക്സിക് ആണോ എന്നത്. അതെ, നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ആകാം ഈ ടോക്സിക് പാർട്ട്ണർ. അത് മനസ്സിലാക്കാൻ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായി, കുറ്റപ്പെടുത്തൽ. നിങ്ങൾ പങ്കാളിയെ പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പങ്കാളിക്ക് എന്തൊക്കെ കുറവുണ്ടായാലും അത് പൊതുവേദിയിൽ പറയുന്നത്, അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. പങ്കാളിയെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതെയെങ്കിലും ഇരിക്കുക. കുറ്റങ്ങളോടും കുറവുകളോടും കൂടി തന്നെ പങ്കാളിയെ അംഗീകരിക്കുന്നിടത്താണ് ബന്ധങ്ങളുടെ വിജയം. അടുത്തതായി, ദേഷ്യം. ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ വഴക്കുകൾ ഓർമ്മിക്കൂ. എങ്ങനെയായിരുന്നു അവയെ നേരിട്ടത്? വാദപ്രതിവാദങ്ങളിൽ പങ്കാളി പെട്ടെന്ന് നിങ്ങളെ വിജയിക്കാൻ അനുവദിക്കുന്നത് പോലെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഒരിക്കലും അവരെ മനസ്സിലാക്കില്ല എന്ന തോന്നൽ മനസ്സിൽ രൂപപ്പെട്ടതുകൊണ്ടാണ്. ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്കും അവരുടെ ഭാഗം പറയാൻ സാധിക്കണം. വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ വാദിച്ച് ജയിക്കാനല്ല, പരസ്പര സമ്മതമുള്ള ഒത്തുതീർപ്പിൽ എത്താനാണ് ശ്രമിക്കേണ്ടത്. അടുത്തതായി, കുറ്റബോധം. എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലോ ചെയ്യാതെ ഇരുന്നതിന്റെ പേരിലോ പങ്കാളിയിൽ കുറ്റബോധം തോന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? വളരെ അനാരോഗ്യകരവും അപകടകരവുമായ പ്രവണതയാണിത്. പലപ്പോഴും പങ്കാളിയുടെ നിയന്ത്രണത്തിൽ പോലും ഇല്ലാത്ത സംഗതിയായിരിക്കും ഇത്. നിങ്ങൾ കുറ്റബോധം തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പങ്കാളിയെ നിയന്ത്രിക്കാനും അവരുടെ മേലാധിപത്യം നേടാവുന്നതിനുമുള്ള കുടിലതന്ത്രമാണ്. അവർക്ക് കുറ്റബോധമുണ്ടാക്കി നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അടവ്. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതും ഇതിന്റെ മറ്റൊരു വശമാണ്. 5 വർഷം മുൻപ് ചെയ്ത ഒരു പിഴവിനെ കുറിച്ച് ഇവർക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അവരിൽ കുറ്റബോധം ജനിപ്പിച്ച് കാര്യം സാധിക്കാനായി നിങ്ങൾ അത് പൊടി തട്ടിയെടുക്കും. ഇതെല്ലാം പതിയെ ബന്ധത്തെ ഇല്ലാതാക്കാനേ ഉപകരിക്കും. അടുത്തതായി, അമിത പ്രതികരണം. നിങ്ങളൊരു തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി അമിതമായി പ്രതികരിച്ച് വലിയ കോലാഹലം ഉണ്ടാക്കാറുണ്ടോ? നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവ ആദ്യം സമ്മതിക്കുക. നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെന്നും തിരിച്ചറിയുക. അടുത്തതായി, അമിതമായ ആശ്രയം. ജീവിതത്തിന്റെ ചില കുറവുകൾ നടത്തി അവ പൂരിപ്പിക്കുന്നവരാണ് ജീവിത പങ്കാളി. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം അവരല്ല. അവരോട് സഹായങ്ങൾ ചോദിക്കുന്നതിലും നിർദ്ദേശങ്ങൾ തേടുന്നതിലും തെറ്റില്ല. പക്ഷെ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന പ്രതീതി ഒരിക്കലും നിങ്ങൾ സൃഷ്ടിക്കരുത്. അടുത്തതായി, പരിഗണന. പങ്കാളിക്ക് ജീവിതത്തിൽ മുൻഗണന നൽകുക. തീരെ പരിഗണിക്കാതിരുന്നാൽ തന്നെ ആവശ്യമില്ല എന്ന തോന്നലുണ്ടാകും. എന്ന് വെച്ച് പങ്കാളിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടാനും അവരെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്ന രീതി പാടില്ല. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും സ്വകാര്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിനർത്ഥം ഒന്നും അന്വേഷിക്കരുതെന്നോ പങ്കാളി ചോദിച്ചാൽ മറുപടി കൊടുക്കരുതോ എന്നോ അല്ല. പങ്കാളി ദൂരെയാണെങ്കിലും എന്നും വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്ത് അവരുടെ ആ ദിനത്തെക്കുറിച്ച് അന്വേഷിക്കുക. ഇടയ്ക്കെങ്കിലും ഒരുമിച്ച് സമയം ചെലവിടുക. അടുത്തതായി, കൊടുക്കൽ വാങ്ങൽ. അട്ടകളെ പോലെ എല്ലാം മൂറ്റിക്കുടിച്ച് ജീവിക്കുന്നവരാകരുത് ജീവിത പങ്കാളികൾ. പങ്കാളിയുടെ ജീവിതത്തിൽ എന്ത് മൂല്യമാണ് നിങ്ങൾ ചേർക്കുന്നത് എന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിത്തരാനും മാത്രമുള്ളയാളല്ല പങ്കാളി എന്ന് തിരിച്ചറിയണം. ഇതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. അടുത്തതായി, അഭിനയിക്കാറുണ്ടോ നിങ്ങൾ? പങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലൊരു കുഴപ്പമുണ്ട്. ബന്ധങ്ങൾ അഭിനയിച്ച് തകർക്കാനുള്ള സിനിമകളല്ല. ഒന്നുകിൽ ആത്മാർത്ഥമായി അതിനായി ശ്രമങ്ങൾ നടത്തുക, അല്ലെങ്കിൽ പിരിഞ്ഞ് അവനവന്റെ വഴിക്ക് പോകുക.